ഇലക്ട്രോണിക് ചെക്ക്-ഇൻ ബോർഡിംഗ് സിസ്റ്റത്തിൽ സൈബർ ആക്രമണമുണ്ടായതോടെ നൂറുകണക്കിന് വിമാനങ്ങളായിരുന്നു ഇന്നലെ ഹീത്രോവിൽ വൈകി യാത്ര ആരംഭിച്ചത്. ബ്രസൽസ് വിമാനത്താവളത്തിലും സമാനമായ സംഭവം ഉണ്ടായതോടെ പകുതിയോളം വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുകയായിരുന്നു. ബെർലിൻ, ഡബ്ലിൻ, കോർക്ക് എന്നിവിടങ്ങളിലും ചില തടസ്സങ്ങളുണ്ടായി. ഇത് കുറച്ചുനാൾ കൂടി തുടർന്നേക്കാമെന്ന മുന്നറിയിപ്പും പുറത്തുവന്നിട്ടുണ്ട്. കോളിൻസ് എയ്റോസ്പേസിന്റെ നിയന്ത്രണത്തിലുള്ള മ്യൂസ് എന്ന സോഫ്റ്റ്വെയറിനെ ലക്ഷ്യം വെച്ചായിരുന്നു സൈബർ ആക്രമണം നടന്നത്. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വിമാന കമ്പനികൾക്ക് ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ട ചെക്ക്-ഇന്നുകളും ബോർഡിംഗുകളും നടത്താൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണിത്. തങ്ങളുടെ മ്യൂസ് സോഫ്റ്റ്വെയറിനെതിരെ ചില വിമാനത്താവളങ്ങളിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായെന്ന് പറഞ്ഞ RTX അതിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിലാണെന്നും അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഹാക്കർമാർ പണി തുടങ്ങിയത്. ഇതോടെയാണ് പല വിമാനങ്ങളും വൈകാനും ചില സർവീസുകൾ റദ്ദാക്കപ്പെടാനും തുടങ്ങിയത്. ബ്രിട്ടനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹീത്രോവിൽ 12 സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. 400-ലധികം വിമാനങ്ങൾ വൈകി. അതേസമയം ഡബ്ലിനിൽ 32 വിമാനങ്ങൾ വൈകിയാണ് യാത്ര തുടങ്ങിയത്. ബ്രിട്ടനിൽ ജനിച്ച സിഖ് സ്ത്രീയെ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതിയെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് 10,000 പൗണ്ട് വാഗ്ദാനം ചെയ്ത സിഖ് സമൂഹം. പ്രായം 20കളിലുള്ള ഇന്ത്യൻ വനിതയ്ക്ക് കൊടിയ പീഡനമാണ് സഹിക്കേണ്ടി വന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സെപ്റ്റംബർ 9 രാവിലെ 8:30 ഓൾഡ് ബറിയിലായിരുന്നു സംഭവം. വംശീയ വിദ്വേഷം പ്രകടമായ ആക്രമണമെന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡാഷ് ക്യാമറ, CCTV, ഡോർബെൽ ക്യാമറ ദൃശ്യങ്ങൾ ലഭ്യമാണെങ്കിൽ വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസുമായി ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിഖ് ഫെഡറേഷൻ UK കമ്മ്യൂണിറ്റി പോസ്റ്ററുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലാണ് പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഇനാം നൽകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട 2 പേരെ കണ്ടെത്താനും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഉതകുന്ന തെളിവുകൾ കണ്ടെത്താനും സഹായിക്കുന്നവർക്ക് 10,000 പൗണ്ട് നൽകുമെന്നാണ് വാഗ്ദാനം. പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തന്നെ നൂറുകണക്കിന് മണിക്കൂർ ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും പരിശോധിച്ചിരുന്നു. ഇതിനു പുറമെ വിപുലമായ അന്വേഷണവും നടത്തുന്നുണ്ട്. അതേസമയം പ്രാദേശിക സമൂഹം തന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഇര നന്ദി അറിയിച്ചു. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടുമെന്നാണ് പ്രതീക്ഷയെന്നും UK സിഖ് ഫെഡറേഷൻ വഴി നൽകിയ പ്രസ്താവനയിൽ പെൺകുട്ടി പറഞ്ഞു. UK-യിലേതിനേക്കാൾ മികച്ച ജീവിതശൈലി പ്രതീക്ഷിച്ച് ദുബായിലേക്ക് താമസം മാറിയ നോർത്ത് ലണ്ടനിൽ നിന്നുള്ള 23 വയസ്സുകാരി തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. ബ്രിട്ടനിലേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സജീവവും വെയിലും നിറഞ്ഞതുമായ എവിടെയെങ്കിലും താമസിക്കാൻ ആഗ്രഹിക്കുന്നതിനാലാണ് താൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ആഡംബര ജിമ്മിലെ പേഴ്സണൽ ട്രെയിനറായി ജോലി ചെയ്യുന്ന LB ഹെൻഷ പറയുന്നു. പക്ഷേ ദുബായിൽ ജീവിതം പ്രതീക്ഷിച്ചതിലും വളരെ ചിലവേറിയതാണെന്ന് അവർ സമ്മതിക്കുന്നു. ഉയർന്ന ജീവിത ചെലവ് നിലനിർത്താൻ അവൾ ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്യേണ്ടതായി വരുന്നുണ്ടെന്നും വെളിപ്പെടുത്തി. ഉദാഹരണത്തിന് ഒരു കപ്പിച്ചിനോയ്ക്ക് ഏകദേശം 7 പൗണ്ട് വില വരുന്നതായും 1 ലിറ്റർ തൈരിന് 12 പൗണ്ട്, സ്ട്രോബെറിക്ക് 8 പൗണ്ട്, വസ്ത്രങ്ങൾക്ക് ആരംഭവില 26 പൗണ്ട് മുതലാണെന്നും 1 ഗ്ലാസ് വൈനിന് ഏകദേശം 20 പൗണ്ടാണെന്നും അവർ പറയുന്നു. ദുബായിൽ ആദായനികുതി ഇല്ലെങ്കിലും സുഖമായി ജീവിക്കാൻ ആളുകൾ പ്രതിമാസം 5,000 പൗണ്ടെങ്കിലും സമ്പാദിക്കണമെന്നും LB പറയുന്നു. കൂടാതെ വാടക UK-യിലേതിനേക്കാൾ കൂടുതലാണ്. ഫ്ളാറ്റുകളുടെയും കാറുകളുടെയും ഡെപ്പോസിറ്റ് വളരെ ചിലവേറിയതാണ്. എന്നിരുന്നാലും സൂര്യപ്രകാശം, വൃത്തിയുള്ള തെരുവുകൾ, സജീവമായ ജീവിതശൈലി എന്നിവ അവർ ആസ്വദിക്കുന്നുണ്ടെന്ന് LB പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജീവിതം തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു.